പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മുറിവേൽക്കുകയാണെങ്കിൽ ആ മുറിവിനെ വച്ചുകെട്ടി ചികിത്സിച്ച് ഭേദമാക്കി സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഒരു പാടുപോലും അവശേഷിക്കാതെ, പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് സർജറിയിലൂടെയൊക്കെ ആ മുറിവുകൾ ഒരു പാടുപോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുവാനായിട്ട് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേൽക്കുന്ന മുറിവുകൾ ചില വാക്കുകളിലൂടെ, ചില കുത്തുവാക്കുകളിലൂടെ, ചില നിന്ദകളിലൂടെ, ചില പരിഹാസങ്ങളിലൂടെ ഒക്കെ ഏൽക്കുന്ന മുറിവുകൾ, അതിനെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഭേദമാക്കുവാൻ ഒരു മനുഷ്യനും കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകലിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ചില മുറിവുകൾ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ജീവിതം തകരുവാനായിട്ട് പോകുന്നു എന്നുള്ള ചിന്തയോടെ താങ്കൾ ആയിരിക്കുകയാണെങ്കിൽ എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചാട്ടെ. ഈ നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും മധ്യത്തിൽ തകർന്നു പോകരുത്. ഒന്ന് പിടിച്ചു നിൽക്കുവാനായിട്ട് തയ്യാറാക്കുക. നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവകരമുണ്ട്. ഇന്നൊരു പക്ഷേ നിങ്ങളെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന, കാര്യമില്ലാതെ നിങ്ങൾക്ക് വിരോധമായി പ്രശ്നങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന ചിലർ, നിങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളെ തൊടുവാനായിട്ട് കഴിയുകയില്ല എന്നും തിരിച്ചറിയുന്ന നാളുകൾ ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് തരുവാനായിട്ട് പോവുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഇന്ന് പകലിലും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ഒരു മനുഷ്യനെ വലിയ പദ്ധതികളോടെയാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി, ഈ ലോകത്തിന് നന്മകൾ ചെയ്യുവാൻ, ഈ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കത്തക്ക വിധത്തിൽ വലിയ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം ചുമക്കുന്ന ഒരു ദൈവിക പദ്ധതിയുമായിട്ടാണ് ദൈവം ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അങ്ങനെ ആ പദ്ധതിയിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഓർക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയുമായി ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ, ഈ ഭൗമികമായ ഈ മണ്ഡലത്തിൽ നാം പാർക്കുമ്പോൾ തന്നെ ആത്മീയമായോ ഭൗതികമായോ നാം ഉയർന്നു കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച് അല്ലെങ്കിൽ സാത്താൻ. അപ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതി നാം ചുമന്നുകൊണ്ട് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്, അങ്ങനെ ദൈവത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഒരു മനുഷ്യൻ വളരുവാനായിട്ട് തുടങ്ങുമ്പോൾ പിശാചിനത് ഒരിക്കലും സഹിക്കുവാനായിട്ട് കഴിയാതെ വരികയും അവൻ പല പദ്ധതികൾ, അവൻ്റേതായിട്ടുള്ള കുതന്ത്രങ്ങൾ ഈ മനുഷ്യന് വിരോധമായി അഴിച്ചുവിട്ടുകൊണ്ട് അവനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് തെറ്റിക്കുവാനായിട്ട് അവൻ പല മാർഗങ്ങളും ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. അതിൽ തന്നെ ഏറ്റവും പ്രഹരശേഷിയുള്ള, പലരും തകരുവാനായിട്ട് സാധ്യതയുള്ള ഒരു മേഖലയാണ് അവൻ്റെ മാനസികമായ മണ്ഡലത്തെ തകർക്കുക എന്നുള്ളത്. സൂചിപ്പിച്ചതുപോലെ അതൊരു പക്ഷേ പരിഹാസങ്ങളായിരിക്കാം, നിന്ദകളായിരിക്കാം, ദൈവത്തിൻ്റെ നാമത്തെ ചുമക്കുന്നത് കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടുത്തലുകളായിരിക്കാം, കുറ്റപ്പെടുത്തലുകളായിരിക്കാം. അങ്ങനെ പല വിധത്തിൽ അവൻ്റേതായിട്ടുള്ള കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു ദൈവ പൈതലിനെ വഴിതെറ്റിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അവനെ മാറ്റിക്കളയുവാനായിട്ട് പിശാച് ശ്രമിക്കുമ്പോൾ പലരും തകർന്നു പോകാവുന്ന സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഇപ്രകാരം പറയട്ടെ: നാം ഒരിക്കലും തകർന്നു വീഴുവാൻ തയ്യാറാകരുത്. നാം ഒരിക്കലും തിരിഞ്ഞോടുവാനായിട്ട് തയ്യാറാകരുത്. നാം ഈ ദൈവത്തെ വിട്ട് അകലങ്ങളിലേക്ക് പോകുവാനായിട്ട് തയ്യാറാകരുത്. പിന്നെയോ നാം തിരിച്ചറിയുക, നമ്മോട് കൂടെയുള്ളൊരു ദൈവമുണ്ട്. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ അപകടങ്ങളിൽ, ആപത്തുകളിൽ, അനർത്ഥങ്ങളിൽ നാം ചെന്നുപെടാതെ നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കവർ ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ കവറിങ്ങിനുള്ളിലാണ് നാം എന്ന് തിരിച്ചറിയുവാനായിട്ട് തയ്യാറാകുക. നെഹമ്യാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അതിന് ഒരു ഉത്തമ ഉദാഹരണമായി നെഹമ്യാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് യെരൂശലേമിൻ്റെ മതിലുകൾ പണിയുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് നെഹമ്യാവ് 4-ാം അധ്യായം മുതൽ നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ, നെഹമ്യാവ് 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നാം ഇന്ന് പകലിൽ ചിന്തിക്കുന്നത് കൊണ്ട് നെഹമ്യാവ് 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ പ്രാരംഭത്തിൽ വായിക്കട്ടെ. അതിനു മുമ്പ് ഈ സാഹചര്യം ഒന്ന് വ്യക്തമാക്കട്ടെ. ദൈവം
ആലോചന നൽകിയത് കൊണ്ട് നെഹമ്യാ പിതാ തകർന്നു കിടക്കുന്ന, പൊളിഞ്ഞു കിടക്കുന്ന യെരൂശലേമിൻ്റെ മതിലുകൾ പണിയുവാനായിട്ട്, അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് അതിനെ ഭംഗിയാക്കി മാറ്റുവാനായിട്ട് നെഹമ്യാവ് തയ്യാറാവുകയാണ്. അങ്ങനെ നെഹമ്യാവ് ആ പണിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നെഹമ്യാവ് കടക്കുമ്പോൾ, ഒരു വലിയ പ്രോജക്റ്റിലേക്ക് നെഹമ്യാവ് കടക്കുമ്പോൾ, ഒരു വലിയ ദൈവിക മഹത്വം ചുമക്കുവാനായിട്ടുള്ള ഒരു പടിയിലേക്ക് നെഹമ്യാവ് കടക്കുമ്പോൾ, പല ശത്രുക്കൾ നെഹമ്യാവിനും അവൻ ചെയ്യുന്ന പണിക്ക് വിരോധമായി എഴുന്നേറ്റ് വരികയാണ്. ഇനി ആ ഭാഗം ഞാൻ വായിക്കട്ടെ. 4-ാം അധ്യായം 1 മുതൽ 3 വരെ. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തൻ്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. വില്ലാളിയുടെ വില്ലിൽ നിന്ന് തുരുതുര അമ്പെയ്യുന്നത് പോലെ പല വിധത്തിലുള്ള നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും അവരുടെ കപ്പാസിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന പല വിധത്തിലുള്ള വാക്കുകൾ ഇതാ സൻബല്ലത്തും തോബിയാവും, അതായത് യെരൂശലേമിൻ്റെ മതിൽ പണിയുന്ന നെഹമ്യാവിന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന ഈ കൂട്ടർ ഇപ്രകാരം എയ്തു വിടുകയാണ്. ഈ വാക്ക് കേൾക്കുന്ന ആർക്കും ഒരു പക്ഷെ സംശയം തോന്നിയേക്കാം, ദൈവമാണോ എന്നെ ഈ പണി ഏൽപ്പിച്ചത്? ദൈവം എൻ്റെ കൂടെയുണ്ടോ? ദൈവം പറഞ്ഞിട്ടാണോ ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മോട് തന്നെ സംശയം തോന്നത്തക്ക വിധത്തിൽ ഈ വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. ഒരു കുറുക്കൻ കയറിയാൽ ഇവരുടെ ഈ പണി തകർന്നു വീഴും. അല്ല, ഈ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ലിന് ജീവൻ കൊടുക്കുവാനായിട്ട് ഇവർക്ക് കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ശരിക്കും നെഹമ്യാവിൻ്റെ മാനസിക നിലയെ തന്നെ തെറ്റിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ നെഹമ്യാവിൻ്റെ ഭയത്തെ ട്രിഗർ ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. നോക്കുക, ഭയവും അധൈര്യപ്പെടുന്ന സാഹചര്യങ്ങളും പല മനുഷ്യരെയും തകർക്കുവാനായിട്ട് സാധ്യതയുള്ളതാണ്. ഒരുപക്ഷെ ഈ പണി തന്നെ ഉപേക്ഷിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നെഹമ്യാവും കൂട്ടരും ചെന്നെത്തുകയാണ്. അതോടുകൂടെ അവസാനിക്കുന്നില്ല. പിന്നെയും പല തരത്തിലുള്ള തന്ത്രങ്ങൾ ഇവർ ഉപയോഗിച്ചുകൊണ്ട്, ഈ ശത്രുക്കളായ സൻബല്ലത്തും തോബിയാവും അവർ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ പണിയെ സ്റ്റോപ്പ് ചെയ്യുവാനായിട്ട്, അതിനെ തകർത്ത് കളയുവാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണി ചെയ്യുന്നവർ ഉൾപ്പെടെ ഈ ദൈവാലയം പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കൈകൊണ്ട് പണിയായുധവും ഒരു കൈകൊണ്ട് കുന്തവും ഏന്തി നിൽക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കപ്പെടുകയാണ്. അത്രയും പ്രശ്നങ്ങൾ സൻബല്ലത്തും തോബിയാവും അവരുടെ കൂട്ടരുമൊക്കെ നെഹമ്യാവിനും അവൻ്റെ കൂടെ ഉള്ളവർക്കും വിരോധമായി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നെഹമ്യാവ് 6-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 15-16 വചനങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുകയാണ്. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് എലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. 3 കാര്യങ്ങൾ. ഒന്ന്, അവരുടെ ഉള്ളിൽ ഈ നെഹമ്യാവിനെയും അവരുടെ കൂട്ടരെയും കുറിച്ചുള്ളൊരു ഭയം വ്യാപരിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഇത്രയും കാലം അവർ ചെയ്തത് നെഹമ്യാവിനെയും അവൻ്റെ കൂടെയുള്ളവരെയും ഭയപ്പെടുത്തുന്ന അനുഭവമായിരുന്നുവെങ്കിൽ, അവരുടെ ധൈര്യത്തെ ക്ഷയിപ്പിക്കുന്ന അനുഭവമായിരുന്നെങ്കിൽ, ഇതാ സാഹചര്യങ്ങൾ ദൈവകൃപയാൽ മറിയപ്പെടുകയാണ്. ഇത്രയും നാൾ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നവരിലേക്ക് ആ ഭയം വ്യാപരിക്കുകയാണ്. രണ്ടാമതായി നാം വായിച്ച വാക്ക് ശ്രദ്ധിക്കുക. അവർക്ക് തന്നെ അവർ അല്പന്മാരായി തോന്നി. ഇത്രയും കാലം ഈ സൻബല്ലത്തും തോബിയാവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സംഘങ്ങളുമൊക്കെ അവർ ഒരുമിച്ച് കൂട്ടം കൂടുകയും ഗൂഢാലോചനകൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞതാണ്, ഇവർ കെട്ടുന്ന മതിൽ ഒരു കുറുക്കൻ കയറിയാൽ പൊളിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് അവരെ അല്പന്മാരാക്കിക്കൊണ്ട് ഇവർ സംസാരിച്ചുവെങ്കിൽ, അവർ നിശബ്ദരായിരുന്നപ്പോൾ, അവരുടെ പണിയിൽ അവർ വ്യാപൃതരായിക്കൊണ്ടേയിരുന്നപ്പോൾ, നെഹമ്യാവ് കൂട്ടരും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി അവർ പൂർത്തീകരിച്ചു കൊണ്ടേയിരുന്നപ്പോൾ, ദൈവം സാഹചര്യങ്ങളെ അവിടെയും മാറ്റിമറിക്കുകയാണ്. ഇത്രയും നാൾ സൻബല്ലത്തും തോബിയാവും
നെഹമ്യാവിനെയും കൂട്ടരെയും അല്പന്മാരായി കരുതിയെങ്കിൽ, പരസ്യമായി അത് പ്രഖ്യാപിക്കുകയും പരസ്യമായി അവരെ നിന്ദിക്കുകയും ചെയ്തുവെങ്കിൽ, സാഹചര്യങ്ങൾ മാറിയപ്പോൾ അവർക്ക് തന്നെ അവർ അല്പന്മാരായി തോന്നി എന്ന് പറയത്തക്ക വിധത്തിൽ സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും ജീവിതം മാറി മറിയുകയാണ്. മൂന്നാമതായി നാം വായിച്ച വാക്യപ്രകാരമാണ്, ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. അവർക്ക് മനസ്സിലായി നെഹമ്യാവിനും കൂട്ടർക്കും ഒരു ദൈവമുണ്ട്. ആ ദൈവം സർവശക്തനാണ്. ആ സർവശക്തരായ ദൈവം അവരോട് കൂടെ ഉള്ളത് കൊണ്ട് അവരെ തൊടുവാനായിട്ട് കഴിയുകയില്ല എന്ന് സൻബല്ലത്തിനും തോബിയാവിനും അവൻ്റെ കൂടെയുള്ളവർക്കും തിരിച്ചറിയുവാനായിട്ട് കഴിയുകയാണ്. ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും നിങ്ങളെ മുറിവേൽപ്പിച്ച, ഇത്രത്തോളം നിങ്ങളെ നിന്ദിച്ച, പരിഹസിച്ച, അവഹേളിച്ച, മറ്റുള്ളവരുടെ മുമ്പിൽ അല്പന്മാരാക്കി കാണിച്ച, നിങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ച, പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നുമൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങളെ തല ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരം നിങ്ങളോടുകൂടെയുണ്ടെന്ന് നിങ്ങൾ മാത്രമല്ല തിരിച്ചറിയുന്നത്, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നവർ കൂടെ തിരിച്ചറിയത്തക്ക വിധത്തിൽ എൻ്റെ ദൈവം കാര്യങ്ങളെ മാറ്റിമറിക്കുവാനായിട്ട് പോവുകയാണ്. നെഹമ്യാവിൻ്റെ ദൈവം ഇന്നും ജീവനോടെയുണ്ട്. നെഹമ്യാവിന് മേൽ ഒരു വലിയ പദ്ധതി വെച്ച് ആ പദ്ധതി വയ്ക്കുക മാത്രമല്ല, ആ പദ്ധതിക്ക് തുടക്കം കുറിക്കുക മാത്രമല്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക മാത്രമല്ല, ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവരോട് കൂടെയിരുന്ന ദൈവം, ആ പണി പൂർത്തീകരിക്കുവാനായിട്ട് അവരെ സഹായിച്ച ദൈവം, വെറും 52 ദിവസം കൊണ്ട് 2 മാസത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിക്കുവാൻ ഇത്ര പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവരെ സഹായിച്ച ദൈവം ഇന്നും ജീവനോടെയുണ്ട്. ആ ദൈവം നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. പ്രശ്നങ്ങളിൽ തകർന്നു പോകരുത്, ഓടിക്കളയരുത്, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. കോഴി തൻ്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ നിങ്ങളെ മറയ്ക്കുന്ന ദൈവത്തിൻ്റെ ചിറകിൻ മറവിൽ തന്നെ അഭയം പ്രാപിക്കുക. നിങ്ങളുടെ തല ഉയർത്തുന്ന ദൈവം, നിങ്ങളെ മാനിക്കുന്ന ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.